ഇന്നിപ്പോൾ നമ്മൾ മത്തങ്ങ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. പണ്ട് കാലത്ത് എൻ്റെ അപ്പനായിട്ട് ഇത് ഉണ്ടാക്കി ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അന്ന് വെറുതെ ഇത് പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് ഉണ്ടാക്കലാണ്. ഇന്നിപ്പോൾ ഇഞ്ചി, പച്ചമുളക്, മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, തക്കാളി ഇവ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സവാള അരിഞ്ഞെടുക്കാൻ കേട്ടോ. സവാള, തക്കാളി അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരിഞ്ഞാനൊരു ഇതല്ല. അപ്പോൾ നമ്മളൊരു എല്ലാം ചതച്ചെടുക്കുകയാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ. നമ്മളത് ബേസിനിലൊക്കെ നമ്മൾ ചിക്കൻ കഴുകി ഊറ്റി വെച്ചാൽ ചിക്കൻ എടുത്ത് അങ്ങോട്ട് അതിലൊക്കെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ തൊണ്ട് കളയാണ്ടാണ് ചതച്ചേക്കണത്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, അത് നല്ല സ്മെല്ലാണ് അതിൻ്റെ. പിന്നെ തക്കാളി അരിഞ്ഞത്, പിന്നെ സവാള നമ്മൾ വട്ടം അരിഞ്ഞേക്കണത്. പിന്നെ നമുക്ക് ഇതിനകത്ത് മുളക് പൊടി, ഇടിച്ച മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇടണം. ചിക്കൻ മസാല കുറച്ച് ഇടണം നമ്മൾ. ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അല്ല കയ്യിൽ ഒഴിക്കണം കേട്ടോ, അല്ല പുകച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിയൊക്കെ ചതച്ചതിൻ്റെ വലിയ പച്ചവളമൊക്കെ ചതച്ചതിൻ്റെ വലിയ പുകച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ കൈമാക്കിയിട്ടാണ് ശരിക്കാണ്ട് തിരുമണം. ശരിക്കും തിരുമണി പിടിപ്പിക്കണം. ഇപ്പോൾ ചിക്കനായാലും ബീഫായാലും എന്തായാലും മസാല കൂട്ടി തിരുമുമ്പോൾ അതിൻ്റെ രുചി വരുള്ളൂ. അത് ശരിക്കാണ്ട് തിരുമാണ്ട് പിടിപ്പിക്കണം മസാല. കണ്ടാ അടിപൊളി സ്മെല്ലാണ് മസാലയുടെയൊക്കെ. നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. അതിനുശേഷം പച്ചമുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം, 2 എണ്ണം. അപ്പോൾ ആ മുളകിൻ്റെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാറി കിട്ടും. ശരിക്കാണ്ട് തിരുമ്മാണ്ട് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെക്കണം, മൂടി വെക്കണം. ശരിക്കാണ്ട് തിരുമണം. മസാലയൊക്കെ ശരിക്ക് നല്ല ഭംഗി, നല്ല രസം. ഇങ്ങനെ മൂടി വെക്കാം നമുക്ക്. കണ്ട, ഇനിയാണ് നമ്മളുടെ കഥാനായകൻ മത്തങ്ങ. അതിൻ്റെ മുകൾ വശം നമ്മളങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ്. ഈ മത്തങ്ങ മുറിക്കുമ്പോൾ കൈ നോക്കണം കേട്ടോ, അത് മുറിഞ്ഞു പോകും. 4 വശം കട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചോറ്, മത്തങ്ങയുടെ ചോറെല്ലാം എടുക്കണം നമ്മൾ. അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ചോറ് മൊത്തം നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വേണമെങ്കിൽ പച്ചന തിന്നാം, നല്ല രുചിയായിരിക്കും. അത് പിന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം വടിച്ചിങ്ങ് എടുക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറിൻ്റെ ആവശ്യം ഉണ്ടാവരുത്. വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, ചിക്കൻ അതിനകത്ത് നിറച്ച് കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കയ്യിൽ വെച്ച് എല്ലാം പഠിച്ചെടുത്തേക്കാണ്. ഒന്നും ഉണ്ടാവരുത് അതിനകത്ത്. കണ്ട, നല്ല സൂപ്പറായിട്ടിരിക്കണം, ഒന്നുമില്ല അതിനകത്ത്. ഇത് നമ്മൾ തിരുമ്മി വെച്ചാൽ ചിക്കൻ ഇതിലേക്കിടാം. അതിന് ഇത്തിരി കുരുമുളക് പൊടി തൂക്കണം, കാരണം എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മത്തങ്ങക്ക് എരിവ് പേര് പിടിക്കും. അപ്പോൾ ചിക്കൻ നിറയ്ക്കാം നമുക്ക് അതിനകത്തോട്ട്. അത് അമർത്തി വെക്കാം നമുക്ക്. കണ്ട, ഇങ്ങനെ മൂടി വെച്ചാൽ അടക്കണം നമുക്ക്. ഒരു കമ്പി വെച്ച് കെട്ടണം കേട്ടോ, ഒരു കെട്ടുകമ്പി വെച്ചിട്ട്. പിന്നെ അടുപ്പ് ഒരു പ്രത്യേകതര അടുപ്പാണ്. ഇതൊരു കുഴലാണ്. ഈ കുഴലിനകത്താണ് നമ്മൾ 3 ഇഷ്ടി വെക്കുക. അതിനകത്ത് 3 ഇഷ്ടി വെച്ചിട്ട് 2 കമ്പി കഷ്ണം വെക്കണം. അങ്ങോട്ട് 2 കമ്പി കഷ്ണം. ഇതിലേക്ക് നമുക്ക് വിറക്, അതായത് മടലാട്ടാൻ മതി. മടൽ, ചിരട്ട, പൊതുമടലും ചിരട്ടയാണ് നമ്മളിതിൽ വെക്കണത്. പക്ഷേ വിറക് ഉള്ളിൽ കൂടെ കൊടുക്കണം കത്താനായിട്ട്. അല്ല, നമ്മുടെ മത്തങ്ങ കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെക്കണം. ആ ഒരു പ്രത്യേക കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഷീറ്റിൻ്റെ ശേഷം വെച്ചിട്ടുണ്ട്, ഒരു അലുമിനിയം ഷീറ്റിൻ്റെ ശേഷം വെച്ചിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. നമ്മൾ മൂടാക്കും, ഒരു
ഷീറ്റിട്ട് മൂടാം. അങ്ങനെ വേവട്ടെ അങ്ങോട്ട്. ഇടയ്ക്ക് തുറന്ന് നോക്കണം. നമ്മൾ കത്തുണ്ട്, തീ നന്നായിട്ട് കത്തുണ്ട്. എന്താ തിളക്കണ ഒച്ചയൊക്കെ കേൾക്കാം നമുക്ക്. അധികം തീ കത്തിക്കരുത് കേട്ടോ, ഇപ്പം മത്തങ്ങ പൊട്ടിപ്പോവും. തുറന്ന് നോക്കാം. കണ്ട അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ട അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു പാകമായിട്ടുണ്ട്. നമ്മളാണ് 1 മണിക്കൂർ കത്തിച്ചിട്ടോ. 1 മണിക്കൂർ നമ്മൾ കത്തിച്ച് നമുക്ക് ഇറക്കാം. നമുക്കിത് മത്തങ്ങ അടിവശം എങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസിനിലൊക്കെ നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. നല്ല ചൂടുണ്ടാവും. മത്തങ്ങ വേവണേൻ്റെ ഒരു മണം വരും കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണത്. ഇനി നമുക്ക് എടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. ചൂടുണ്ട്. കണ്ട ആ ഷീറ്റ് കണ്ട, അതാണ്. ഇനി നമ്മൾ അഴിക്കാം. കമ്പി ഒന്ന് അഴിച്ചെടുക്കാൻ ചൂടാണ്. കമ്പി ഒന്ന് അഴിച്ചെടുക്കാം. തുറക്കാൻ പോകണ്ട. ആണ്ടാ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അവന്. ഔ അടിപൊളിയാണ് മച്ചാ. ഇത് ചങ്കേ സമ്മതിക്കണം. ഇത് നമുക്ക് കമത്താൻ പറ്റില്ല കേട്ടോ. നമുക്ക് കോരി എടുക്കണം കയ്യിൽ കൊണ്ട്. കമത്തിയാൽ വീഴില്ല. എൻ്റെ ആവിയൊക്കെ പറക്കുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ നല്ല സ്മെല്ലുമാണ്. എൻ്റെ ആവി പറക്കണം കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും. കാര്യം അപ്പൂപ്പനന്നൊക്കെ ഉണ്ടാക്കിയത് വെറുതെ അല്ല. നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്ക് അപ്പം നമ്മളെ മത്തങ്ങ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ ക്യാമറമാനെ തന്നെ വിളിക്കാം. സത്യസന്ധമായി പറഞ്ഞിട്ട കാര്യങ്ങൾ. കൊള്ളാം, വെറൈറ്റി ടേസ്റ്റി. അടിപൊളി, നല്ലതാണ്. നല്ല സ്വാദുണ്ട് ഇതിന്. ഉപ്പും എരിവും ഒക്കെ നല്ല എന്തൊക്കെ ഉണ്ട്. ശരിക്കും അപ്പൻ ഉണ്ടാക്കിയ മാതിരി തന്നെയുണ്ട്. അതുപോലെയല്ല, അതിലും ടേസ്റ്റാണ് ഇത്. ബഹുരുചി. അപ്പോൾ ചങ്കെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ യൂട്യൂബ് ചാനലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പം നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ഓക്കെ.